ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സപ്പായ SRH നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ഞാൻ IPLൻ്റെ റിട്ടൻഷൻ വീഡിയോസാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചാമ്പ്യന്മാരായിട്ടുള്ള KKRൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തേത് കഴിഞ്ഞ IPL റണ്ണേഴ്സപ്പായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ റിട്ടൻഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ അപ്ഡേറ്റ്സ് വീഡിയോയുമായിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. കഴിഞ്ഞ സീസണിൽ ശരിക്കും ഒരു ഡ്രീം റൺ തന്നെയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച്. ഏകദിന വേൾഡ് കപ്പ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ ലേലത്തിൽ IPL ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന തുകയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിക്കുകയും ഏഡൻ മാർക്കറത്തിൽ നിന്നും ക്യാപ്റ്റൻസി നൽകുകയും ചെയ്ത SRH കഴിഞ്ഞ സീസണിൽ ശരിക്കും ഒരു ഡ്രീം സീസൺ തന്നെയായിരുന്നു ഹൈദരാബാദ് ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം. വളരെ മികച്ച സ്ട്രെങ്തുള്ള ടീമിനെ തന്നെ വാർത്തെടുക്കാൻ ലേലത്തിലൂടെ അവർക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയൊരു IPLൻ്റെ താരലേലം വരുമ്പോൾ ശരിക്കും SRHന് മുട്ടൻ പണം തന്നെയാണ് വരാൻ പോകുന്നത്. മാക്സിമം 5 to 6 പ്ലെയേഴ്സിനെ നിലനിർത്താൻ സാധിച്ചാൽ പോലും ഒരു പറ്റം മികച്ച കളിക്കാരെ SRHന് ഇത്തവണ ലേലത്തിലൂടെ നഷ്ടമാകും. സോ ഹൈദരാബാദ് ഇത്തവണ ലേലത്തിൽ റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണ്? നമുക്കറിയാം, നേരത്തെ IPL ഫ്രാഞ്ചൈസി ഓണേഴ്സും അതോടൊപ്പം തന്നെ BCCയും തമ്മിലുള്ള മീറ്റിങ്ങിൽ മെയിനായിട്ടും KKRൻ്റെ പുറമെ SRH ആയിരുന്നു മിനി ഓപ്ഷന് സജസ്റ്റ് ചെയ്തത്. പക്ഷേ മിനി ഓപ്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. മെഗാ ഓപ്ഷൻ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. 5 to 6 പ്ലെയേഴ്സ് തന്നെയായിരിക്കും റീറ്റെയിൻ ചെയ്യാൻ സാധ്യത. സോ അങ്ങനെയാണെങ്കിൽ SRH നിലനിർത്താൻ പോകുന്ന മാക്സിമം 5 പ്ലെയേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള പാറ്റ് കമ്മിൻസ് തന്നെയായിരിക്കും. ഓസ്ട്രേലിയൻ താരം പാറ്റ് കമ്മിൻസിനായിരിക്കും അവരുടെ ക്യാപ്റ്റനും കൂടിയായിട്ടുള്ള കമ്മിൻസിനായിരിക്കും ഫോറിൻ റിട്ടേൺസിനായിട്ട് SRH ഉൾപ്പെടുത്താൻ പോകുന്നത്. സോ കമ്മിൻസിന് പുറമെ കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത അവരുടെ യുവതാരം അഭിഷേക് ശർമ്മ, അദ്ദേഹത്തിന് അതിനുശേഷം ഇന്ത്യൻ ടീമിന് വേണ്ടിയും അദ്ദേഹം തന്നെ ഡെബ്യൂ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അഭിഷേക് ശർമ്മയായിരിക്കും രണ്ടാമത്തെ SRHൻ്റെ ഡയറക്റ്റ് റിട്ടൻഷൻ. അടുത്ത റിട്ടൻഷനിലേക്ക് വരുവാണെങ്കിൽ അവരുടെ മികച്ച പേസ് ബൗളർ T നടരാജൻ. തമിഴ്നാട് ലോക്കൽ ബേ കഴിഞ്ഞ സീസണടക്കം SRHന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. അപ്പോൾ ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ TNPL തമിഴ്നാട് പ്രീമിയർ ലീഗിലും വളരെ മികച്ച പ്രകടനമായിരുന്നു നടരാജൻ കാഴ്ചവെച്ചു. സോ കമ്മിൻസും അഭിഷേക് ശർമ്മയ്ക്ക് പുറമെ T നടരാജനും SRHന് വേണ്ടി റീറ്റെയിൻ ചെയ്യപ്പെടും. സോ ഇവർക്ക് പുറമെ ഇനി SRHൻ്റെ ഡയറക്റ്റ് റിട്ടൻഷൻ വരാൻ പോകുന്നത് അതായത് അവരുടെ അൺക്യാപ്ഡ് റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള താരം കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന് വേണ്ടി IPL അരങ്ങേറുകയും മികച്ച പ്രകടനം തന്നെയായിരുന്നു. IPL ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിലെ എമർജിംഗ് പ്ലെയർ വിന്നർ കൂടിയായിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും SRHൻ്റെ നാലാമത്തെ ഡയറക്റ്റ് റിട്ടൻഷനായി വരാൻ പോകുന്നത്. ഇനി അവരുടെ അഞ്ചാമത്തെ റിട്ടൻഷനിലേക്ക് വരികയാണെങ്കിൽ അത് ഒരു സാധ്യത മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം അബ്ദുൾ സമദ്, അതോടൊപ്പം തന്നെ ഉംറാൻ മാലിക്, വാഷിങ്ടൺ സുന്ദർ, ഷഹബാസ് അഹമ്മദ് തുടങ്ങിയ ഒരുപാട് മികച്ച താരങ്ങൾ ആ ഒരു സ്പോട്ടിലേക്ക് മത്സരിക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഹൈദരാബാദ് റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് വാഷിങ്ടൺ സുന്ദർ ആയിരിക്കും. കാരണം നമുക്കറിയാം, ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ് ഇന്ത്യയുടെ സീരീസിലടക്കം വളരെ മികച്ച പ്രകടനമായിരുന്നു സിംബാബ്വേക്കെതിരെ, അതോടൊപ്പം തന്നെ ശ്രീലങ്കയ്ക്കെതിരെ അടക്കം നടന്ന സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി T20യിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു വാഷിങ്ടൺ സുന്ദർ കാഴ്ചവെച്ചത്. സോ വാഷിങ്ടൺ സുന്ദർ ആയിരിക്കും SRHൻ്റെ അഞ്ചാമത്തെ റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത്. ഒരു ഒഫീഷ്യൽ അല്ല, ഒരു പക്ഷേ നമുക്കറിയാം അബ്ദുൾ സമദിന് നല്ല ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹം ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന് വേണ്ടി ബാറ്റിങ്ങിലടക്കം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ ഏറ്റവും റീസെൻറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വാഷിങ്ടൺ സുന്ദർ തന്നെയായിരിക്കും ഹൈദരാബാദിൻ്റെ അവസാന റിട്ടൻഷനായി വരാൻ പോകുന്നത്. ഇനി RTM റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് അബ്ദുൾ സമദിന് വേണ്ടി തന്നെയായിരിക്കും ഹൈദരാബാദ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നിലവിലത്തെ പ്രോബബിൾ റിട്ടൻഷൻ സ്കോർ എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്, നിതീഷ് കുമാർ റെഡ്ഡി, അഭിഷേക് ശർമ്മ, T നടരാജൻ എന്നിവർക്കൊപ്പം വാഷിങ്ടൺ സുന്ദറായിരിക്കും ഹൈദരാബാദ് അടുത്ത സീസണിലെ IPL താരലേലത്തിൽ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.